ഈ ചൂടത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാവുന്ന ദാഹം ക്ഷീണമൊക്കെ മാറ്റാവുന്ന രണ്ട് നല്ല റീഫ്രഷിങ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പുറത്തു നിന്നൊക്കെ വരുമ്പോൾ തണുപ്പോടെ ഇതൊരു ഗ്ലാസ് കിട്ടിയാൽ മതി, നമുക്ക് നല്ല റീഫ്രഷിങ് ആവും. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പച്ചമാങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പച്ചമാങ്ങയുടെ കാലമായതുകൊണ്ട് എല്ലായിടത്തും പച്ചമാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പച്ചമാങ്ങയുടെ പകുതി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ഇതൊന്നും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളത് മാത്രം മതി. അതുപോലെ പച്ചമുളകും എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പുതിന ഇലയും അതുപോലെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കേണ്ട, അപ്പോൾ അരഞ്ഞ് കിട്ടാനും മാങ്ങയുടെ കഷ്ണങ്ങൾ അരഞ്ഞ് കിട്ടാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അരച്ചെടുക്കുന്ന സമയത്ത്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടിയായിട്ടുള്ള ജ്യൂസായിട്ട് ആയിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ നമ്മൾ പുളിയും മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം പാർന്നിട്ട് ലൂസാക്കി എടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു വെള്ളമായിരിക്കും കൂടുതൽ നമുക്ക് ദാഹമൊക്കെ അകറ്റാൻ നല്ലത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ മാങ്ങയുടെ ആ ഒരു പുളിക്കൊക്കെ അനുസരിച്ചിട്ട് വെള്ളം നീട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് കുടിക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എന്തായാലും ഇഷ്ടമാവും. ഇനി അടുത്തത് നമ്മളിതാ വത്തക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത്. വത്തക്ക വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള ജ്യൂസുകൾ റെഡിയാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ വത്തക്ക ഇതുപോലെ ചെറുതായിട്ട് പീസാക്കി എടുത്തതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇനി പുളി ആവശ്യമാണ്. വത്തക്കയിൽ പുളി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ നീരാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് എന്തായാലും മസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമാങ്ങയിൽ നമ്മൾ ഓൾറെഡി പുളി ഉണ്ടായതുകൊണ്ട് നമുക്കതിലേക്ക് നാരങ്ങ നീരൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് നിർബന്ധമാണ്. പിന്നെ അതുപോലെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. കുറച്ച് നല്ല വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് എടുത്തിട്ടുള്ള കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ ജ്യൂസിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലതാണ്. കുറച്ച് ഇഷ്ടമുണ്ടാവും ചിലർക്കൊക്കെ ഈ ഒരു കസ്കസ് വെള്ളത്തിൽ കടിക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുടിക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള വത്തക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ വത്തക്ക ജ്യൂസ് ഉണ്ടാക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.